കീഴാറ്റൂർ വയൽക്കിളി സമരത്തിൽ എല്ലാ പ്രതികളെയും വെറുതെ വിട്ട് കോടതി. തളിപ്പറമ്പ് 1-ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെയാണ് ഉത്തരവ്. 2018 മാർച്ച് 14-നായിരുന്നു സംഭവം. ദേശീയപാത ഭൂമി ഏറ്റെടുക്കാനെത്തിയ ഉദ്യോഗസ്ഥരെ തടഞ്ഞ സംഭവത്തിലാണ് കോടതിയുടെ നടപടി. സുരേഷ് കീഴാറ്റൂർ ഉൾപ്പെടെ 28 പ്രതികളായിരുന്നു കേസിൽ ഉൾപ്പെട്ടിരുന്നത്. സുമേഷ് മോറാഴ് ചേരുന്നു. സുമേഷ്, ഏറെ രാഷ്ട്രീയ കോളിളക്കം സൃഷ്ടിച്ചൊരു സമരം കൂടിയായിരുന്നു വയൽക്കിളി സമരം. ഇപ്പോൾ എന്തായാലും സമരരംഗത്തുണ്ടായിരുന്ന ആളുകളെ സംബന്ധിച്ച് ആശ്വാസകരമാണ് കോടതിയുടെ നടപടി. എന്താണ് കോടതിയുടെ ഉത്തരവിൽ വ്യക്തമാക്കുന്നത്? ടോം, തീർച്ചയായും ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ദേശീയപാത ബൈപ്പാസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഏറെ ശ്രദ്ധ നേടിയ ഈ സമരമായിരുന്നു ഈ കീഴാറ്റൂർ വയൽക്കിളി സമരം എന്ന് പറയുന്നത്. അന്ന് വയൽഭൂമി ഏറ്റെടുക്കാൻ എത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥരെ തടയുകയും പിന്നീടുണ്ടായ ഈ ജനകീയ പ്രതിരോധവും അതിനെ തുടർന്നുണ്ടായ ഈ പോലീസ് നടപടികളുമാണ് ഈ കേസിന്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്. അന്ന് ഈ സമര നേതാവ് സുരേഷ് കീഴാറ്റൂർ ഉൾപ്പെടെയുള്ള 28 ഈ വയൽക്കിളി സമര പ്രതിനിധിക്കെതിരെയായിരുന്നു അന്ന് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. ഇവരെയാണ് ഇപ്പൊ മുഴുവൻ പ്രതികൾ, അതായത് 28 പ്രതികളെയും വെറുതെ വിട്ടുകൊണ്ട് തളിപ്പറമ്പ് ഫസ്റ്റ് മജിസ്ട്രേറ്റ് കോടതി ഇപ്പോൾ വിധി വന്നിരിക്കുന്നത്. ഈ മാർച്ച് 10, അതായത് 2018 മാർച്ച് 14-നായിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട ഈ സംഭവം നടക്കുന്നത്. ദേശീയപാത അതോറിറ്റി ഈ കീഴാറ്റൂർ വയൽ നികത്തിക്കൊണ്ട് ഈ ബൈപ്പാസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ നാട്ടുകാരുടെ നേതൃത്വത്തിൽ സ്ഥലം അളക്കാനെത്തിയ അതോറിറ്റിക്ക് എതിരെ വയൽക്കിളി സമരവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സമര സമിതി രൂപീകരിച്ചുകൊണ്ട് ഇവരെ തടയുകയായിരുന്നു. കീഴാറ്റൂർ വയലിൽ സർവേ നടത്താൻ തടഞ്ഞതിന് ശേഷമുണ്ടായ ഈ പോലീസുമായി ഏറ്റുമുട്ടലും അതുപോലെ തന്നെ ഈ ഉദ്യോഗസ്ഥരെ തടയുമായി ബന്ധപ്പെട്ട വിഷയമായിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട ഈ സംഭവം എന്ന് പറയുന്നത്. ഏതായാലും ഈ 28 പ്രതികളെയും ഇപ്പോൾ വെറുതെ വിട്ടുകൊണ്ട് ഇപ്പോൾ തളിപ്പറമ്പ് മജിസ്ട്രേറ്റ് കോടതി വിധി വന്നിരിക്കുകയാണ് കേട്ടോ. ഈ വിധിക്ക് ശേഷം ഇവരുടെ സുരേഷ് കീഴാറ്റൂർ ഉൾപ്പെടെയുള്ളവരുടെ സമരസമിതിയുടെ പ്രതികരണം പുറത്തു വന്നിട്ടുണ്ടോ? ഏതായാലും അതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണം സ്വാഭാവിക മാധ്യമങ്ങൾ തേടുന്നുണ്ട്. അതായത് എന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ട ഈ വെറുതെ വിടാണ്ട കാരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോ വിശദീകരണം തേടുന്നല്ലോ. സ്വാഭാവിക മാധ്യമങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അതായത് അല്പസമയത്തിനുള്ളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം നൽകാമെന്ന് സുരേഷ് കീഴാറ്റൂർ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഈ സമരം എന്ന് പറയുന്നത് നമുക്കറിയാം ഏറെ കോളിളക്കം സൃഷ്ടിച്ച ഒരു സമരമായിരുന്നു. അതായത് ഒരു ജനകീയ പ്രതിരോധം തീർത്തുകൊണ്ടുള്ള ഒരു സമരം. ഈ സമരത്തിനെതിരെ അന്ന് നാട്ടുകാർ അണിനിരന്ന് ഈ പോലീസിനെയും അതുപോലെ തന്നെ ഈ ദേശീയപാത അതോറിറ്റിയെയും പ്രതിരോധിക്കുന്ന രീതിയിൽ എത്തുകയും പിന്നീട് നമുക്കറിയാം നമ്മൾ വളരെ ശ്രദ്ധ നേടിയ ഒരു സമരത്തിൽ, അതായത് സമര പന്തൽ കത്തിച്ചത് ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ നടക്കുന്നു. ആത്മഹത്യ ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ ശ്രമം നടത്തുന്നു. അങ്ങനെ ഏറെ വയൽക്കിളി സമരം എന്ന് പറയുന്നത് കേരളത്തിൽ തന്നെ ഏറെ ശ്രദ്ധ നേടിയ ഒരു സമരം. ഈ സമരം എന്ന് പറയുന്നത് നമുക്കറിയാം CPM-ന്റെ ഒരു കോട്ട എന്നറിയപ്പെടുന്ന കീഴാറ്റൂർ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് നടന്ന സമരമായിരുന്നു. അവിടുന്ന് CPM-ന്റെ പ്രതിനിധികൾ ഉൾപ്പെടെ അല്ലെങ്കിൽ CPM അനുഭാവികൾ ഉൾപ്പെടെ ഈ സമരത്തിന് അനുകൂലമായി വരുന്നു. അങ്ങനെ ഏറെ CPM-നെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രയാസം സൃഷ്ടിച്ച ഒരു സമരമായിരുന്നു ഈ വയൽക്കിളി സമരം എന്ന് പറയുന്നത്. പൂർണ്ണമായും ഈ CPM-ന്റെ അനുകൂലമായ ആളുകൾ തന്നെയായിരുന്നു എന്ന് ഈ സർക്കാരിനെതിരെ ഉൾപ്പെടെ തിരിഞ്ഞുകൊണ്ടുള്ള സമരം നടത്തിയത്. ഈ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ള 28 പ്രതികളെ ഇപ്പോൾ കോടതി വെറുതെ വിട്ടിരിക്കുന്നു കേട്ടോ. വ്യക്തമാണ്. എന്തായാലും രാഷ്ട്രീയപരമായും കഴിഞ്ഞ സർക്കാരിന്, ഇടതുപക്ഷത്തിന് വലിയ തിരിച്ചടിയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.